ഞാൻ ഇപ്പം ഇത് ആദ്യമായിട്ടാണ് എനിക്ക് നിങ്ങളും ഇത് ആദ്യമായിട്ട് ഒരു പുരസ്കാരം പ്രഖ്യാപിക്കുന്നതാണെന്ന് തോന്നുന്നു. അത് നിങ്ങൾ വളരെ സ്മൂത്തായിട്ട് ചെയ്തതായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എൻ്റെ സെലക്ഷനിലോ ഒന്നും യാതൊരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഇൻ്റർഫിയറൻസും ഉണ്ടായില്ല. ഞങ്ങൾ മൂന്ന് പേര് ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരുന്ന് മാർക്കിട്ടു. അല്ലാണ്ട് ഒന്നിച്ച് കൂടിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ആ രീതിയിൽ സമ്പൂർണ്ണമായിട്ട് സ്വതന്ത്രമായിട്ട് ഉള്ള ഒരു പിന്നെ ഇതിൻ്റെ ഒരു അവലോകനമാണ് ഈ 12. നിങ്ങളത് 12 എണ്ണം സെലക്ട് ചെയ്ത് തന്നത് തന്നെ, അല്ലെങ്കിൽ അത് വലിയ പാടാണ് ഇതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ അതെടുത്തു. അതിൻ്റെ ഒരു ഇൻഡിപെൻഡൻ്റ് അവലോകനം നടന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഉദ്ദേശശുദ്ധി, നിങ്ങൾ ഇത്തരം ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ്റെ ഈ ഒരു അകാല മരണം, അതിൻ്റെ ട്രാജഡി, അപ്പോൾ ആ യുവാവിൻ്റെ ഓർമ്മ നിലനിർത്താനായിട്ട് നിങ്ങൾ കൂട്ടുകാരും സഹപ്രവർത്തകരും കൂടെ ചെയ്യുന്ന ഈ ഒരു കാര്യം, ആ രീതിയിൽ അതിൻ്റെ വില വളരെ വലുതാണ്. അതിനകത്ത് ഒരു സെൻറ്റിമെൻ്റലായിട്ടും ഒരു മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു സുഖം അതിനകത്തുണ്ട്. അതുകൂടാതെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്താനായിട്ട് ഒരു പത്രപ്രവർത്തകനോ ഒരു റിപ്പോർട്ടർക്ക് ഒരു അവാർഡ് കൊടുത്ത് അത് നിലനിർത്തുന്ന വളരെ ഉചിതമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നു. അപ്പം നിങ്ങളുടെ പ്രവർത്തനം വളരെ നന്നായിരിക്കുന്നു. ഇനി ഈ രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകട്ടെ. നിങ്ങൾക്ക് ഈ പുരസ്കാരം തുടർന്നു കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ശരാശരി ടെലിവിഷൻ വ്യൂവർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം ഈ കാര്യത്തിൽ ഈ സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങളും അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും ഇന്നത്തെ ടെലിവിഷൻ ജേർണലിസത്തിലേക്ക് വേണ്ടത്ര കടന്നു വരുന്നില്ല എന്ന് എൻ്റെ തോന്നൽ. കാരണം അതിനൊരു സെൻസേഷണൽ നേച്ചറില്ല. അതിന് എന്തെങ്കിലും ഈ അപകടം ഉണ്ടാകുകയോ ആത്മഹത്യ ചെയ്യുകയോ കൊലപ്പെടുത്തുകയോ ചെയ്തെങ്കിൽ മാത്രമാണ് അത് അങ്ങനെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയമാണ് ഈ പറഞ്ഞ മുഴുവനും സമയവും കവർന്നെടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ തരത്തിൽ ഒരു ന്യൂസ് കവറേജ് അത് ടെലിവിഷനിൽ മാത്രമല്ല പത്രങ്ങളിലും ഒന്നും ഈ ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി എന്നും പറഞ്ഞിട്ട് ഒരു സാധനത്തിനെ ഇങ്ങനെ നിർമ്മിക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ ഈ ഡേ ടു ഡേ ബേസിസിൽ പൗരൻ്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന കാര്യങ്ങൾ കുറവാണ്. അത് അങ്ങനെ തന്നെയാണ് ലോകം ഒട്ടാകെ അങ്ങനെയാണെന്ന് തോന്നുന്നു. രാഷ്ട്രീയമാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അത് രക്ഷയില്ല തോന്നുന്നു. വിഷയം എസെൻഷ്യലി അത് രാഷ്ട്രീയമല്ല. സാധാരണ മനുഷ്യർ ഇന്ന് ഭരണകൂടത്തിൽ നിന്ന് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, പരിസ്ഥിതിയിൽ നിന്ന് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഈ ഒരു സെലക്ഷനിൽ അത് വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ ക്വാളിറ്റി ചിലത് ഇപ്പോൾ 12 എണ്ണത്തിൽ എനിക്ക് തോന്നുന്നൊരു 6-7 എണ്ണമെങ്കിലും വളരെ നന്നായിട്ട് ചെയ്തിട്ടുള്ള സ്റ്റോറീസാണ്. അതിനൊരു ആദിമധ്യാന്തങ്ങളോടുകൂടി ആ പ്രശ്നം വ്യക്തതയോടുകൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു നല്ല റിപ്പോർട്ടിങ്ങിൻ്റെ ഉദാഹരണങ്ങളാണ്. അതൊക്കെ ഈ ഒരു ഗിവൺ ടൈമിലാണല്ലോ, 1-1.5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു വെക്കണമല്ലോ. അത് ആ ജോലി അവർ ഈ 12 ഒരു 6 എണ്ണമെങ്കിലും അത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ചെയ്തിട്ടുണ്ട്. 6 അല്ല, ഒരു പക്ഷേ 7-8 എണ്ണം ചെയ്തിട്ടുണ്ട്. അത് അനൗൺസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഇപ്പം 3 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നുള്ളത് അറിയാമല്ലോ. ബീന പോൾ, CL തോമസ്, ഞാൻ. അപ്പോൾ ഇത് ഓരോരുത്തരും വെവ്വേറെ ഇരുന്ന് കണ്ട് ഈ മാർക്ക് ഇടുകയാണ് ചെയ്തത്. 10ൽ ഇത്ര മാർക്കെന്ന് പറഞ്ഞ് ഓരോന്നിനും ഇത് കൊടുത്തു. അപ്പം അതനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ എനിക്ക് അതിനെല്ലാം കൂടി കമ്പൈൽ ചെയ്ത് കോർഡിനേറ്റ് ചെയ്തൊരു സാധനം എനിക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പം അത് പ്രകാരം 2 റിപ്പോർട്ടുകൾക്കാണ് അടുത്തടുത്തെന്ന് പറഞ്ഞതുപോലെ മാർക്ക് 3 പേരിൽ നിന്നും കിട്ടിയിരിക്കുന്ന, 3 ജൂറി മെമ്പേഴ്സിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നിന് തീർച്ചയായിട്ടും മറ്റേതിനേക്കാളും കൂടുതലുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ആ തൊട്ട് താഴെ നിൽക്കുന്ന റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. അത് 1-ാം സ്ഥാനത്തേക്ക് അത് വരുന്നില്ല എങ്കിലും അതിൻ്റെ വിഷയം ആൾക്കൂട്ടക്കൊല എന്ന് പറയുന്നത് ഇന്ന് വാസ്തവത്തിൽ മലയാളികളുടെ ചരിത്രത്തിലെ ഏറ്റവും ലജ്ജാകരവും കുറ്റകരവുമായ ചില കാര്യങ്ങളാണ് ഇവർ ഈ വഴിയെ പോയ ബംഗാളികളെ പിടിച്ചടിച്ചു കൊന്ന ഒരാളിനെ അല്ല, പലരെയും കൊന്നിട്ടുണ്ട് ഇപ്പോൾ. അതുപോലെ കോട്ടയത്തൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത് ചെയ്തവരൊക്കെ സുഖമായിട്ട് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് തോന്നുന്നു അന്ന് അറസ്റ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ മലയാളിയുടെ ആൾക്കൂട്ടക്കൊല. അതിനെപ്പറ്റിയുള്ളൊരു 1.5 മിനിറ്റിൻ്റെ കഥയേ ഉള്ളൂ. പക്ഷേ അത് ഒരു റിമൈൻഡർ പോലെയാണത് വന്നിരിക്കുന്നത്. നമ്മൾക്കിടയിലും ഇത്തരം ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, അവർ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെയുള്ളൊരു കാര്യം പറയുന്ന നമുക്കൊരു ഓർമ്മക്കുറിപ്പാണ് ഇത്. അപ്പോൾ അതാണ്
ആ രണ്ടാമത് വന്നതിനാണ് അപ്പോൾ അതിന് ഈ നമ്മൾ മാർക്കിട്ടതിൻ്റെ വ്യവസ്ഥയിൽ അതിന് ഒന്നാം സ്ഥാനം നമുക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിലും അത് അതിൻ്റെ വിഷയവും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിനെ ഒരു പ്രത്യേക പരാമർശത്തിന് അർഹമാക്കുന്നു എന്നാണ് ഞങ്ങളുടെ ഒരു തോന്നൽ. അത് ആണ് പിന്നെ ആൾക്കൂട്ട ജോഷി കുര്യൻ ഏഷ്യാനെറ്റ് ന്യൂസിലെ ജോഷി കുര്യൻ ചെയ്ത മോബ് ലിഞ്ചിങ് എന്ന ആൾക്കൂട്ട കൊലയെ പറ്റിയുള്ള ഒരു പിന്നെ റിപ്പോർട്ടാണ്. അത് പഴയ കാര്യങ്ങൾ ആൾക്കൂട്ടക്കൊലയുടെ ഫുട്ടേജസ് എടുത്തിട്ടും ഇപ്പോഴത്തെ അത് എവിടെ നിൽക്കുന്നു അതിൻ്റെ ആ കേസ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചെയ്തിരിക്കുന്ന വളരെ നല്ല ഒരു ഇതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി ഇപ്പോൾ ഈ പുരസ്കാരത്തിന് അർഹമെന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് 3 പേരുടെ ഭാഗത്തു നിന്നും ഒരുപോലെയുള്ള ഇത് കിട്ടിയിരിക്കുന്നത് മനോരമ ന്യൂസിൻ്റെ വൈശാഖ് കൊമ്മാട്ടിൽ റിപ്പോർട്ട് ചെയ്ത കെവിൻ മർഡർ കേസാണ്. കോട്ടയത്ത് നടന്ന ആ ഒരു പെൺകുട്ടിയുടെ അവരുടെ ഒരു കാമുകനെ യുവാവിനെ കൊണ്ടുപോയി വീട്ടുകാർ കൊണ്ടുപോയി. ഇപ്പോൾ എന്നാണല്ലോ അതിൻ്റെ അക്യൂസേഷനും അതിൻ്റെ കേസും ഉള്ളത്. അവർ കൊണ്ടുപോയി കൊന്നു കളഞ്ഞു എന്ന കുറ്റം അവരിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആ പോലീസ് സ്റ്റേഷനിൽ നിന്നുകൊണ്ട് ഈ വൈശാഖ് ചെയ്ത 2 സ്റ്റോറീസാണത് അവിടെ. അത് വളരെ സമർത്ഥമായ രീതിയിൽ അവിടെ നടന്ന പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് പറയപ്പെടുന്ന അന്യായം, പെൺകുട്ടിയുടെ ട്രാജഡി, ഇതെല്ലാം വളരെ വളരെ സജീവമായിട്ട് നമുക്ക് ഹൃദയസ്പർശിയായിട്ട് അതേസമയം നല്ല വേഗതയോടെയും മറ്റു തരത്തിലുള്ള ഒരു ഡൈവേർഷനും ഇല്ലാതെയും ഒന്നാന്തരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ്. ഒരു ലൈവ് റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആദ്യം ആ റിപ്പോർട്ട് വഴിയാണ് ഈ പോലീസിൽ നിന്ന് ഗുരുതരമായ പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു ആസ്പെക്റ്റ് പുറത്തു വരുന്നത് പോലും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ പ്രാധാന്യം കുറച്ചുകൂടി ഒരു നല്ല റിപ്പോർട്ട് ഉണ്ടാക്കേണ്ട ആ ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കിയെന്ന് വേണം നമുക്ക് പറയാൻ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഈ പുരസ്കാരം ഇദ്ദേഹത്തിന് വൈശാഖ് കൊമ്മാട്ടിൽ മനോരമ ന്യൂസിൻ്റെ ഈ വൈശാഖ് കൊമ്മാട്ടിലിൻ്റെ ഈ കെവിൻ മർഡർ കേസിനെ പറ്റിയുള്ള റിപ്പോർട്ടിന് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ റെക്കമെൻഡേഷൻ.